സുമതി വളവിൽ പ്രേതം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഇത് വിശ്വാസം വരുന്നുണ്ട്? യെസ്, സുമതി വളവിൽ പ്രേതം ഉണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സുമതി വളവിൽ പോയി ഒരു ബിരിയാണി ചാലഞ്ച്, പിന്നെ ഡീപ്പായിട്ട് ആ സുമതി വളവിലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ആൾമോസ്റ്റ് സുമതി അടക്കം ചെയ്ത ആ ഒരു സ്ഥലത്തിലോട്ട് വന്നിട്ട് വളരെ ഡീപ്പായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി സമയത്ത്. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ സുമതി വളവിൽ ഞങ്ങൾക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ, ദ അൺടോൾഡ് സ്റ്റോറി, എക്സ്ക്ലൂസീവ് കണ്ടൻ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനതൊന്നും ഒരിടത്തും ആ വീഡിയോയ്ക്ക് ശേഷമോ ലൈവിലോ എവിടെയും തന്നെ ഞാൻ ആ കാര്യം വന്നിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഒരു കാര്യം റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എക്സ്ക്ലൂസീവ് കണ്ടൻ്റാണ് ഇത്. എവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. സുമതി വളവിൽ ഞങ്ങൾക്ക് സംഭവിച്ച ചില അമാനുഷിക സംഭവങ്ങൾ, അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനും കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഈ സുമതി വളവിൻ്റെ ആ ഭാഗത്തുള്ളവർക്കറിയാം, സുമതി വളവ് മറ്റേ മെയിൻ റോഡ്, പാലോടിൻ്റെ മെയിൻ റോഡുണ്ട്. ആ റോഡിനുള്ളിൽ ഒരു ചെറിയൊരു ഡൈവേർട്ടായി റൈറ്റ് സൈഡിലോട്ട് കയറി ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന സുമതി വളവിലോട്ട് പോകുന്ന റൂട്ട്. ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു, ഫോറസ്റ്റ് ഓഫീസല്ല, പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ആ പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സോളാർ പാനലൊക്കെ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതും കൂടി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പം, ഞാൻ പറഞ്ഞ രാത്രി സമയത്തെ കാര്യമാണ് പറയുന്നത്. ഈ സുമതി വളവിൽ ഞങ്ങൾ ഷൂട്ടിന് പോയില്ലായിരുന്നോ? ആ ഷൂട്ടിന് പോകുന്ന സമയത്ത് കാറിൽ ഞാനും ഡ്രാഗൻ, നജീബാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങൾ മൂന്നുപേരും കൂടി ആ ലൊക്കേഷനോട്ട് പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. പോകുന്ന സമയത്ത് തന്നെ ആ സോളാർ പാനലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ കൺട്രോൾ പോയി. ഞങ്ങൾ ആ റൂട്ടിൽ ആൾറെഡി പതിയാണ് പോകുന്നത്, വളരെ പതിയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമായിരിക്കും. ഭയങ്കര സ്ലോയിലാണ്, ഞങ്ങൾ ഉരുട്ടിയാണ് വണ്ടി ഞങ്ങൾ ആ റൂട്ടിൽ കൂടെ പോകുന്നത്. വണ്ടിയുടെ കൺട്രോൾ പോയിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് അങ്ങ് ചരിഞ്ഞ്, വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് നജീബ് പിന്നെ വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു വണ്ടി. ഒന്നാമത്തെ കാര്യം, ഈ വണ്ടി റെൻറ്റിനെടുത്ത വണ്ടിയാണ്, ഞങ്ങളുടെ ആരുടെ സ്വന്തം വണ്ടിയല്ല. സോ ഈ വണ്ടിക്ക് എന്നത് സംഭവിക്കരുത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. വണ്ടി പെട്ടെന്ന് കൺട്രോൾ ഇട്ട് ചരിഞ്ഞ് ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പകുതി റോഡിലും പകുതി താഴെയായിട്ട് ഇങ്ങനെ വണ്ടി നിൽക്കുക. നജീബ് അപ്പം തിരിഞ്ഞ് എന്നെ നോക്കി. സോ നജീബിന് കാര്യം പിടികിട്ടി. എന്തോ സംതിങ്, ഒരു എക്സ്റ്റേണലായിട്ടുള്ള എന്തോ ഒരു പവർ, എന്തോ ഒരു ഫോഴ്സ് വന്നിട്ട് വണ്ടിയിൽ വന്നിട്ട് ടച്ച് ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ അത് നജീബിന് ഫീലായി. നജീബ് എന്നെ തിരിഞ്ഞു നോക്കി. എനിക്ക് ആ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലായി. ഇത് ഒന്ന്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുമതി വളവിൻ്റെ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഞങ്ങളെല്ലാം ഓടി വന്നിട്ട് കാറിലോട്ട് കയറിയിട്ട് കാർ എടുക്കാൻ നോക്കും. അപ്പോൾ ഡ്രാഗനാണ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. കാർ എടുക്കാൻ നോക്കുന്ന സമയത്ത് വന്നിട്ട് വണ്ടി ഭയങ്കരമായിട്ട് റേസ് ആവും. അതായത് വണ്ടി മൂവ് ആവുന്നില്ല. അവൻ ഗിയർ മാറ്റി ക്ലച്ചിൽ നിന്നൊക്കെ കാലെടുത്തിട്ട് ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി മൂവ് ആവുന്നില്ല. നിങ്ങളത് വീഡിയോ ശ്രദ്ധിച്ച് കാണും. ഞാൻ വേണമെങ്കിൽ ഇവിടെ വീണ്ടും പ്ലേ ആക്കാം വീഡിയോ. നോക്കി വാ. തന്നെ വണ്ടിയാണോ? എന്തുപറ്റി? എടുക്കണോ വണ്ടി? എടുക്കണോ വണ്ടി? വണ്ടി മൂവ് ആവുന്നില്ല. ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒരുമാതിരി എന്തോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്കത് ഫീലായത്. ബട്ട് അപ്പോഴത്തെ ആ ഒരു പതട്ടത്തിൽ ഞങ്ങൾ വന്നിട്ട് വലിയ കാര്യമാക്കിയില്ല. ഞങ്ങൾ പിന്നെ വണ്ടി എടുത്തിട്ട് പുറത്തോട്ടങ്ങ് വന്ന്. ഇത് രണ്ടാമത്തെ സംഭവം. അടുത്തത്, ഇത് ഞാൻ ലൈറ്റായിട്ട് ആ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്, ഞാൻ പറയാമേ. സുമതി വളവിൻ്റെ എക്സാക്റ്റ് സ്പോട്ടില്ലേ, ആ വളവിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് മാറി നിന്നിട്ട് ആ വളവിനായിട്ട് വണ്ടി നിർത്തിയിട്ട് വളവ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചിങ്ങോട്ട് മാറി നിന്നിട്ടാണ് ഞങ്ങൾ മറ്റേ വീഡിയോ എടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് വണ്ടിയുടെ പൊട്ടിയ ചില പാർട്സൊക്കെ റോഡ് സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണായി
കിടക്കുമായിരുന്നു, രാത്രിയാണല്ലോ. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഹെഡ്ലൈറ്റ് പതിയെ ഇങ്ങനെ മൂവായി മുൻപോട്ട് വരുന്നു. കാറ് നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട കാറാണ്, മൂവായി മുമ്പോട്ട് വരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി പോയി. ഞങ്ങൾ അപ്പം തന്നെ വലിച്ചു വെച്ച് ഓടി കാറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് വണ്ടി പതിയെ ഇങ്ങനെ മൂവായി വരുമായിരുന്നു. ഞങ്ങൾ പിന്നെ എങ്ങനെയൊക്കെയോ വണ്ടി സ്റ്റോപ്പ് ചെയ്ത്. ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടിയാണ്, ശ്രദ്ധിച്ചോണം. ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടി എങ്ങനെ മൂവായി എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. അപ്പോൾ നിങ്ങൾ തന്നെ പറ, ഞാൻ അത്ര പറയത്തുള്ളൂ. വണ്ടി എന്തോ തട്ടിയിട്ടുണ്ടോ, വണ്ടി എന്തോ ഇടിച്ചിട്ടുണ്ട്. അതിൻ്റെ പീസൊക്കെ കിടക്കുന്നത് ഇവിടെ മൊത്തം. അത് മൂന്നാമത്തെ സംഭവം. ഇനിയും പറയാൻ പോകുന്ന 2 സംഭവങ്ങളാണ്. ഞങ്ങളെ തന്നെ ഒരു സുമതി വളവിൽ എന്തോ ഉണ്ട്, ബട്ട് ആ സുമതി ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. ബട്ട് എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങളെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നടന്ന ലാസ്റ്റ് 2 സംഭവം. ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലെ അതുവഴി പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ സുമതി വളവൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു പാലം വരും. പാലമല്ല, ചെറിയൊരു ബ്രിഡ്ജ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഒരു കടയുണ്ട്, ചെറിയൊരു കടയുണ്ട്. ആ കടയുടെ ഓപ്പോസിറ്റ് തന്നെ അകത്തോട്ട് റോഡ് പോകും. ഞങ്ങൾ അവിടെ ഇട്ട് വണ്ടി യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി അവിടെ വരെ കാറ് കൊണ്ടുപോയത്. നജീബാണ് വണ്ടി ഓടിക്കുന്നത്. കാറ് കൊണ്ടുപോയി അങ്ങോട്ട് ഇട്ടിട്ട് വണ്ടി യൂ ടേൺ എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് റോഡിൻ്റെ നടുക്ക് വെച്ച് വണ്ടി അങ്ങ് ഓഫായി. വണ്ടി ഓഫായിട്ട് നജീബ് അവനെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. കാര്യത്തിന് ആ സമയത്ത് അതുവഴി വേറെ വണ്ടികളൊന്നും വരുന്നില്ല. ഞങ്ങളുടെ വണ്ടി മാത്രം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കിടക്കുക റോഡിൻ്റെ നടുക്ക്. നജീബ് കുറേ നേരമായിട്ട് വണ്ടി എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്, വണ്ടി റേസ് ആകുന്നതല്ലാതെ വണ്ടി മൂവ് ആവുന്നില്ല. കടയിൽ ഒരു പുള്ളിക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് ഞങ്ങളെ കണ്ടിട്ട് അടുത്തോട്ട് വന്നു. പുള്ളിക്കാരൻ ആദ്യം വിചാരിച്ചത് ഞങ്ങളെന്തോ ഡ്രഗ്സ് അല്ലെങ്കിൽ വെള്ളമൊക്കെ അടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ആ ഏരിയയിൽ സ്ഥിരമായിട്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട്. സോ ഞങ്ങളുടെ ഈ വണ്ടി എടുക്കുന്ന രീതി കണ്ടിട്ട് ആ പുള്ളിക്കാരൻ വിചാരിച്ച്. സോ ആദ്യം ഞങ്ങളോട് ചോദ്യം തന്നെ അങ്ങനത്തെ ടൈപ്പ് ചോദ്യമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ മനസ്സിലായി, ഇല്ല ഇത് വണ്ടിയുടെ എന്തോ പ്രശ്നമെന്നുള്ള മനസ്സിലായിട്ട് നോക്കിയിട്ട് പുള്ളിക്കാരൻ അടുത്തോട്ട് വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് വണ്ടി ഓക്കെ മൂവ് ഓണായി. നജീബ് ഇപ്പോൾ വീണ്ടും ആക്സിലേറ്റർ കാലും എടുക്കുന്നു, വണ്ടി മൂവ് ആകുന്നു. അപ്പോൾ പുള്ളിക്കാരൻ തിരിഞ്ഞു പോയി. ആ കടയിൽ നിന്ന് വന്ന പുള്ളിക്കാരൻ തിരിഞ്ഞങ്ങ് പോയി. പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി വീണ്ടും ഓഫായി. അതേ സെൻറ്റർ വെച്ച് തന്നെ വീണ്ടും സ്റ്റാർട്ടാകുന്നുണ്ട്. വണ്ടി റേസ് ആവുന്നു, വണ്ടി മൂവ് ആവുന്നില്ല. വീണ്ടും പുള്ളിക്കാരൻ നോക്കി വയ്ക്കുക കടയിൽ. വീണ്ടും തിരിച്ചു വന്നിട്ട് എന്ത് പറ്റി വീണ്ടും അങ്ങനെ ചോദിച്ചിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഒരു 5 സെക്കൻഡിനുള്ളിൽ വീണ്ടും വണ്ടി ഓക്കെ ആയി. ശരി ഓക്കെ ആയി, വാടാ പെട്ടെന്ന് വണ്ടി ഇറാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആ പുള്ളിക്കാരൻ അങ്ങ് പോയി. തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ വണ്ടി വീണ്ടും ഓഫായി പോയി. ആ പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് കുഴപ്പമില്ല, പുള്ളിക്കാരൻ തിരിച്ച് പോകുമ്പോഴത്തേക്ക് വണ്ടിക്ക് പ്രശ്നം വരുന്നുണ്ട്. അത് വേറൊരു സംഭവമായിരുന്നു. അത് ആ നിന്ന പുള്ളിക്കാരന് തന്നെ സംതിങ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഭയം പുള്ളിക്കാരൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സുമതി വളവിൽ ഷൂട്ടിന് വന്നേന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സംഭവം. ലാസ്റ്റ് സംഭവം അതാണ്. അതുപോലൊരു സംഭവം സുമതി വളവിൽ വെച്ച് ഞങ്ങൾക്ക് സംഭവിക്കുന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അമ്മാതിരി ഒരു പേടിപ്പെടുത്തുന്ന, ഇനി അങ്ങോട്ട് പോകണോ എന്ന് പോലും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് പറയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾമോസ്റ്റ് പാലോടിൻ്റെ ആ മെയിൻ റോഡിലോട്ട് കയറുന്ന വഴിയുണ്ടല്ലോ, അങ്ങോട്ടെത്തി. ആ റോഡിലോട്ട് എത്തുന്നതിന് കുറച്ച് മുന്നേ ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിലോട്ട് വണ്ടി കയറി ഇറങ്ങി വന്നപ്പോൾ വണ്ടി ഓഫായി. ഈ വണ്ടി ഓഫായിട്ട് പെട്രോൾ മേടിക്കാൻ പോകുന്ന കാര്യം ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങളെ കണ്ടു കാണുമായിരിക്കും. പാലോട് ടൗണിൽ പെട്രോൾ മേടിക്കാൻ വേണ്ടിയിട്ട് 3-3.5 കിലോമീറ്റർ ഞങ്ങൾ നടന്നു വരുവാണ്. ഏകദേശം അതും അവിടെ ഒരു ലൂപ്പ് മാതിരി അവിടെ കിടന്നതിനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കുറേ സമയം ഷൂട്ട് കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഏകദേശം വന്നിട്ട് ഒരു 1.5 മണിക്കൂറായിട്ട് ഞങ്ങൾ ആ ഏരിയ കിടന്ന് കറങ്ങുമായിരുന്നു. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, വണ്ടി ഇടിച്ച് നിൽക്കുന്നു. അതിന് ശേഷവും അതിനു മുമ്പ് നടന്ന കാര്യം ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. വണ്ടി ഓഫായി. അപ്പോൾ എനിക്ക് ഒന്ന് പെട്രോളൊന്നും അടിക്കാതെ ഉണ്ടാക്കാൻ പോകുന്ന ഷൂട്ട്. പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്, വണ്ടിക്കകത്ത് പെട്രോളും ഉണ്ടായിരുന്നു. വണ്ടി എങ്ങനെ ഓഫായി? പെട്രോൾ ഡ്രൈ ആയിട്ട് തന്നെ വണ്ടി ഓഫായത്. അത് ഞാൻ അല്ലെന്ന് പറയുന്നില്ല, ബട്ട്
ആവശ്യത്തിലധികം വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടായിരുന്നു. ബട്ട് അത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ, എനിക്കറിയത്തില്ല എന്ത് സംഭവം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അതിലോട്ട് അധികം പോയിട്ടുമില്ല. ഓക്കെ, പെട്രോൾ തീർന്നു. പിന്നെ കുപ്പി എടുത്തിട്ട് വണ്ടി സൈഡിലോട്ട് തള്ളി സൈഡിലോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുപ്പി എടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെ നടന്ന് പാലോട് പോയി. അവിടെ വന്നിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അൺടൈമിലുണ്ടത്. അവിടെ പോയി പെട്രോൾ മേടിച്ച് തിരിച്ച് നടന്നു വന്നപ്പോൾ എനിക്ക് വന്നിട്ട് എന്തോ സംതിങ് ഒരു അസ്വസ്ഥത ഫീൽ ഉണ്ടായിരുന്നു ബോഡിക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ ആ പാലോട് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ നജീബും ഡ്രാഗനും കൂടെ ആണ് പെട്രോൾ കൊണ്ടുപോയി വണ്ടിയിൽ ഒഴിച്ചിട്ട് കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ പോയി. അപ്പോൾ കുറച്ച് ദൂരം നടക്കണം, പാലോട് ബസ് സ്റ്റോപ്പിൽ നിന്ന് കാറ് കിടക്കുന്ന സ്ഥലത്തോട്ട് കുറച്ച് ദൂരം നടക്കണം. ഇവർ നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് ചെന്ന് ഫുൾ ഇരുട്ടാണല്ലോ, അൺടൈം ആണല്ലോ. അപ്പോൾ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോസും ഉണ്ട്, അതിന് ആ വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് കാറ് കണ്ട് ഡ്രാഗനാണെങ്കിൽ മൊബൈൽ ഫോൺ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. നജീബ് ഇങ്ങനെ കുപ്പി ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കി കാറിലോട്ട് നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറത്ത് ഡോറിൻ്റെ വെളിയിൽ ഒരു കറുത്ത ഒരു രൂപം ഇങ്ങനെ വളഞ്ഞ് അകത്തോട്ട് തലയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, കംപ്ലീറ്റ് കറുപ്പ് സാധനം. അതാണ് നജീബ് കണ്ടത്. ഇത് ഡ്രാഗൻ കണ്ടിട്ടില്ല, നജീബാണ് കണ്ടത്. ഒരു അൺടൈമിൽ നമ്മുടെ കാറിൻ്റെ അകത്തോട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ഫീൽ ആകുക, ഏതൊരു കള്ളനാന്ന് തോന്നുന്നു, കാർ എന്തോ ചെയ്യാൻ നോക്കുക എന്നുള്ള രീതിയിലല്ലേ മൈൻഡ് വരത്തുള്ളൂ. പെട്ടെന്ന് നജീബ് ഇങ്ങനെ സൗണ്ട് വെച്ചപ്പോഴത്തേക്ക് ഡ്രാഗൻ എന്താണെന്ന് ചോദിച്ചു. നജീബ് നോക്കിയപ്പം ആ സംഭവം അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ സംഭവമേ, അവിടെ ഒരു മനുഷ്യനാണെങ്കിൽ അത് കണ്ടേനെ. ഒന്നെങ്കിൽ ഒളിഞ്ഞ് താഴെ ഇരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടാനോ ഇതൊക്കെ നോക്കുമ്പോഴത്തെ കണ്ടേനെ. അങ്ങനെ ഒരു സംഭവമേ അവിടെ കണ്ടിട്ടില്ല നജീബ്. ആ ബ്ലാക്ക് ഷോഡയും ആ കറുത്ത ആ രൂപത്തെയും അവിടെ കണ്ടിട്ടില്ല നജീബ്. ഈ ഒരു സൗണ്ട് നജീബ് പെട്ടെന്ന് പേടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിന് ശേഷം ഡ്രാഗൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു സംഭവത്തെ നജീബ് കണ്ടില്ല. പോയി കാറിനടുത്തോട്ട് പോയി ഡ്രാഗനോട് നജീബ് പറഞ്ഞിട്ടില്ല, കാരണം ഫുള്ള് ഇരുട്ട്, ഡ്രാഗനാണ് കൂടെ ഉള്ളത്. ആൾറെഡി നജീബ് പേടിച്ചിരിക്കുക. ഇനി ഇവനോടും കൂടി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനും വീണ്ടും പേടിക്കും. സോ അതുകൊണ്ട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നജീബെല്ലാം പെട്ടെന്ന് കാറെ കയറാൻ പറഞ്ഞ് ഇവർ കാറെ കയറി. നജീബ് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോൾ സ്റ്റിയറിങ് ലോക്കായി കിടക്കുക. സ്റ്റിയറിങ് ഇറങ്ങി പെട്രോൾ മേടിക്കാൻ പോകുന്ന വരെ സ്റ്റിയറിങ് ഓക്കെ ആയിരുന്നു. വന്ന് സ്റ്റിയറിങ് എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കി സ്റ്റിയറിങ് തൊട്ടപ്പോഴത്തേക്ക് സ്റ്റിയറിങ് ലോക്കായി കിടക്കുക. സോ സ്റ്റിയറിങ്ങിൽ വന്നിട്ട് ഓവറായിട്ട് കിടന്ന് ഇട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വീല് ലോക്ക് ആവത്തുള്ളൂ. ഇങ്ങനെ ആയി കിടക്കുമായിരുന്നു വണ്ടി. എന്ത് ചെയ്യാമെന്നറിയത്തില്ല, എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഓക്കെ ആക്കി. പിന്നെ നജീബ് വണ്ടി എടുത്ത് എന്നെ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടുന്ന് സ്ഥലം വിട്ട്. ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ അവിടെ ഇവിടെ ലൈറ്റായിട്ട് പറയുന്നുണ്ട്. സുമതി വളവിൽ പ്രേതം ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചവിടെ, അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോയിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ. പെട്രോൾ തീർന്നത്, വണ്ടി നടുക്ക് വെച്ച് ഓഫായി പോയത്, ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടി തനിയെ മൂവായി വന്നത്, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം അതൊരു പബ്ലിക് പ്ലേസ് ആണ്. അവിടെ പോയിട്ട് വണ്ടി റോഡിൽ നിർത്തിയിട്ടിട്ട് അതൊരു അത് വന്നിട്ട് തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണിച്ചിട്ടില്ല. ബട്ട് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുക ആ കാര്യം, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള. ഞങ്ങളിവിടുന്ന് ഓടി പോകുന്ന വരെ കാണിക്കും, കട്ട് ചെയ്യും. ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല ഫുട്ടേജൊന്നും. ഞാൻ പറഞ്ഞിട്ടില്ല, കുറേ അധികം ഫുട്ടേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അത് കുറേ അധികം ലീഗൽ ഇഷ്യൂസിനുപരി വന്നിട്ട് യൂട്യൂബിൽ തന്നെ കുറേ അധികം കമ്മ്യൂണിറ്റി ഇഷ്യൂസുകളുണ്ട്. അതിലുപരി ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന കുറേ അധികം ഫുട്ടേജുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്ത ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിക്ക ഫുട്ടേജുകളും വന്നിട്ട് കാണിക്കത്തില്ല. മിക്ക ഫുട്ടേജുകൾ ഇതുപോലത്തെ ചില ഫുട്ടേജുകളൊക്കെ വന്നിട്ട് കാണിക്കാൻ പറ്റാണ്ടായി പോകുന്നുണ്ട്. അതിലൊരു ഫുട്ടേജാണത്. ഇതിലും ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ആ സുമതി വളവ് എന്ന് പറഞ്ഞ മെയിൻ സർക്കിൾ വിട്ട് ആൾമോസ്റ്റ് 35 to 40 കിലോമീറ്റർ വന്നിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു, പക്കാ സ്മൂത്തായിരുന്നു. സോ ഇതാണ് സുമതി വളവിൽ വെച്ച് ഞങ്ങൾക്ക് സംഭവിച്ച കാര്യം. ഇത് ഞാൻ എക്സ്ക്ലൂസീവ് കണ്ടൻ്റായിട്ട് ഇവിടെ നിങ്ങളിൽ എത്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ചിലവർ വരും, ഞാൻ അവിടെയാണ് താമസിക്കുന്നത്, ഞങ്ങളുടെ വീട് അവിടെയാണ്, ഞാൻ സുമതി വളവിലെ മരത്തിനുണ്ടൊക്കെയാണ് കൂടി കെട്ടി താമസിക്കുന്നത്, ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ഇവിടെ ആർക്കും കുഴപ്പമില്ല മാഷേ. ഇത് ഞങ്ങൾക്ക് സംഭവിച്ച ഞങ്ങളുടെ എക്സ്പീരിയൻസ്.
ഇത് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇതിന് ഞാൻ പ്രേതം ഉണ്ടെന്നും പറയത്തില്ല, ഇല്ലെന്നും പറയത്തില്ല. കണ്ടിട്ട് നിങ്ങൾ പറയൂ അതെന്താണ് സംഭവം എന്നുള്ളത്. ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ട് പ്രേതമൊന്നും ഇല്ലടേ ഇതൊക്കെ ചുമ്മാ നിങ്ങൾക്ക് തോന്നല, ഓക്കെ തോന്നലായിക്കോട്ടെ, തോന്നലെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ബട്ട് ഇത് എന്തുകൊണ്ടാണെന്നുള്ള രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ഗൈസ്.